വഞ്ചനയും ഏകാന്തതയും കഷ്ടപ്പാടുകളും അനുഭവിച്ചെങ്കിലും പ്രത്യാശ കൈവിടാതെ വിജയത്തിലെത്തിയ മനുഷ്യന്റെ കഥയാണ് നാം കേൾക്കുന്നത്. ഇത് വിശ്വാസത്തെക്കുറിച്ചല്ല, ജീവിതത്തിലെ പരാജയങ്ങൾ നമ്മെ അവസാനിപ്പിക്കുവാനല്ല, ശക്തരാക്കുകയാണ് എന്ന പാഠമാണ് നൽകുന്നത്. യാക്കോബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു ജോസഫ്. അവന്റെ അച്ഛൻ അവനെ വളരെ സ്നേഹിച്ചു. അതുകൊണ്ട് അവന്റെ സഹോദരന്മാർക്ക് അസൂയ തോന്നി. ഒരു ദിവസം യോസഫ് ഒരു സ്വപ്നം കണ്ടു. യോസഫ് ഒരു വലിയ സ്ഥാനത്ത് എത്തുന്നതായിരുന്നു സ്വപ്നം. ആ സ്വപ്നം തന്റെ സഹോദരന്മാർക്കിടയിൽ അസൂയയുണ്ടാക്കി. സഹോദരന്മാർക്ക് അത് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം സഹോദരന്മാർ യോസഫിനെ ആക്രമിച്ചു. ആദ്യം അവനെ കൊല്ലാൻ തീരുമാനിച്ചു. എങ്കിലും പിന്നീട് അവനെ അടിമയായി വിറ്റു. ചിന്തിച്ചു നോക്കുക, സ്വന്തം കുടുംബത്തിലുള്ളവർ നമ്മെ വഞ്ചിച്ചാൽ എത്ര വേദനയായിരിക്കും അല്ലേ? പക്ഷേ യോസഫിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. ജോസഫ് ഈജിപ്തിലെ ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ജോലിക്കാരനായി എത്തി. അദ്ദേഹം സത്യസന്ധനായും കഠിനാധ്വാനത്തോടും കൂടിയാണ് ജോലി ചെയ്തത്. എന്നാൽ വീണ്ടും തനിക്ക് പ്രശ്നമുണ്ടായി. അദ്ദേഹം ചെയ്യാത്തൊരു കുറ്റത്തിന് യോസഫ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊരുപക്ഷെ യോസഫ് മാനുഷികമായി ചിന്തിച്ചു കാണാം. എങ്കിലും യോസഫ് ദൈവത്തിലുള്ള പ്രത്യാശ കൈവിട്ടില്ല. തടവറയിലും അദ്ദേഹം നല്ല മനോഭാവത്തോടെ മറ്റുള്ളവരെ സഹായിച്ചു. ഇവിടെയാണ് യോസഫിന്റെ കഥ നമുക്ക് നൽകുന്ന പാഠം. ജീവിതത്തിൽ മോശം കാര്യങ്ങൾ സംഭവിക്കാം, നമ്മൾ വേദനകളിലൂടെ കടന്നുപോയെന്ന് വരാം. പക്ഷേ അതിനോടുള്ള നമ്മുടെ പ്രതികരണം നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നു. ഒരു ദിവസം ഈജിപ്തിലെ രാജാവായ ഫറവോൻ ചില വിചിത്രമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടു. ആരും അതിന് അർത്ഥം നൽകിയില്ല. അപ്പോൾ യോസഫിനെ ഫറവോന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നു. ഫറവോൻ ചോദിച്ചു, ഈ സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ നിനക്ക് കഴിയുമോ? ദൈവത്തിന്റെ സഹായത്തോടെ ഞാൻ ശ്രമിക്കാം എന്ന് മറുപടി നൽകി. യോസഫ് സ്വപ്നത്തിന്റെ അർത്ഥം വിശദീകരിച്ചു. രാജ്യത്ത് വലിയ ക്ഷാമം വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫറവോൻ അത്ഭുതപ്പെട്ടു. ഇത്ര ജ്ഞാനമുള്ള ഒരാളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഇന്നു മുതൽ നീ തന്നെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാകട്ടെ എന്ന് താൻ പറഞ്ഞു. ഓർക്കുക, ഒരടിമ, ഒരു തടവുകാരൻ അവസാനം രാജ്യത്തിന്റെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. യോസഫിന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് നാം കാണുന്നത്. അവിടെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ താൻ പ്രതികാരം ചെയ്തില്ല, സഹോദരന്മാരോട് ക്ഷമിച്ചു. യോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്യുവാൻ വിചാരിച്ചു, പക്ഷെ ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർത്തു. എത്ര മനോഹരമായ ഒരു പ്രതികരണം! ഇന്നത്തെ ലോകത്തിൽ അന്യോന്യം ക്ഷമിക്കാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ യോസഫിന്റെ ജീവിതാനുഭവം നമ്മോട് പറയുന്നത് കഷ്ടപ്പാടുകൾ നമ്മെ ശക്തന്മാരാക്കുന്നു. ക്ഷമ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നു. പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. വിശ്വാസത്തോടും പ്രത്യാശയോടും മുൻപോട്ടു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.